അപ്പോൾ ശബരിമലയിലെ നടവരുമാനം 210 കോടി കഴിഞ്ഞുവെന്ന് ദേവസ്വം ബോർഡ് പറയുന്നു. മുൻ വർഷങ്ങളെക്കാൾ കൂടുതൽ വരുമാനം ഇത്തവണ ലഭ്യമായിട്ടുണ്ട്. ഇതിൽ 106 കോടി രൂപയും അരവണ വിൽപ്പനയിലൂടെ ലഭിച്ചതെന്നാണ് പ്രത്യേകത. അതേസമയം അരവണ വിൽപ്പനയിലെ നിയന്ത്രണവും തുടരുകയാണ്. കാനനപാത വഴി എത്തുന്നവർക്ക് പ്രത്യേക പാസ് നിർബന്ധമാക്കാനും ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. ദേവൻ MP വിവരങ്ങളുമായിട്ട് ചേരുന്നു സന്നിധാനത്ത് നിന്ന് തത്സമയം. ദേവൻ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ഈ മണ്ഡലകാലം ഇതുവരെയുള്ള ദേവസ്വം ബോർഡിന്റെ വിലയിരുത്തലും കാര്യങ്ങളൊക്കെ, പിന്നെ മൊത്തത്തിൽ ഇന്ന് സന്നിധാനത്തു നിന്നുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ് ദേവൻ? ഗുഡ് മോർണിംഗ് സേതു. മണ്ഡലകാലം ആരംഭിച്ചതിന് ശേഷം സന്നിധാനത്തെ നടവരവിന്റെ കണക്കുകളാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഏകദേശം 210 കോടി രൂപയാണ് ഇപ്പോൾ നടവരവായി സന്നിധാനത്തേക്ക് ലഭിച്ചതെന്നാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ പ്രധാനമായും അരവണ വിൽപ്പനയിലൂടെയാണ് അതിന്റെ പകുതിയിലധികം വരുമാന നേട്ടം ഉണ്ടാക്കിയിരിക്കുന്നത്. ഏകദേശം 106 കോടി രൂപയാണ് അരവണ വിൽപ്പനയിലൂടെ മാത്രം ദേവസ്വം ബോർഡിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. പക്ഷേ അത് പറയുമ്പോൾ തന്നെയും ഇപ്പോഴും അരവണ വിതരണത്തിൽ അരവണ വിൽപ്പനയിലെ നിയന്ത്രണം തുടരുകയാണ്. അതായത് ഈ മണ്ഡലകാലം ആരംഭിച്ച സമയത്ത് ഭക്തർക്ക് ഒരാൾക്ക് പരിധിയില്ലാത്ത രീതിയിൽ അരവണ വാങ്ങിക്കാൻ ദേവസ്വം ബോർഡ് അനുമതി നൽകിയിരുന്നു. പക്ഷെ അത് നമ്മുടെ കരുതൽ ശേഖരത്തിലുള്ള അരവണയുടെ ശേഷി കുറയുന്നുവെന്ന് പിന്നീട് മനസ്സിലാക്കിയതോടെയാണ് പിന്നീട് ഒരു നിയന്ത്രണം കൊണ്ടുവന്നത്. നിലവിൽ ഒരാൾക്ക് 20 ടിൻ അരവണ മാത്രമാണ് വാങ്ങാൻ കഴിയുന്നത്. ആ നിയന്ത്രണം ഇനിയും തുടരുമെന്ന് തന്നെയാണ് ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത 27-ാം തീയതി മണ്ഡലമാസ പൂജയ്ക്ക് ശേഷം നട അടച്ചതിന് ശേഷം 3 ദിവസം ശബരിമല നട തുറക്കില്ല. പിന്നീട് വീണ്ടും മകരവിളക്ക് പൂജയ്ക്കായിട്ട് ഈ മാസം 30-ാം തീയതി ആയിരിക്കും തുറക്കുന്നത്. ആ 3 ദിവസത്തിനുള്ളിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന അരവണ കൂടുതലായിട്ട് സന്നിധാനത്തേക്ക് എത്തിച്ചുകൊണ്ട് ഇപ്പോഴുള്ള ഈ ഒരു നിയന്ത്രണത്തിന് ഒരു പരിധിവരെ കുറവ് വരുത്താൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ദേവസ്വം ബോർഡും ഉള്ളത്. മറ്റൊരു പ്രത്യേകത, ഇത്തവണത്തെ ഈ മണ്ഡലമാസ പൂജകളുടെ പൂജാ സമയത്തെ മുഴുവൻ കാര്യങ്ങളും ദേവസ്വം ബോർഡ് വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള പരാതികളൊന്നും തന്നെ ഇത്തവണ ഉയർന്നു വന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയ സവിശേഷതയായി പുതിയതായി ചുമതലയെടുത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒപ്പം തന്നെ ദേവസ്വം ബോർഡിനും എല്ലാം തന്നെ ഏറ്റെടുക്കാൻ സാധിക്കും. കാരണം വലിയ തരത്തിലുള്ള പരാതികളൊന്നും തന്നെ ഉയർന്നു വന്നില്ല. ആദ്യഘട്ടത്തിൽ സീസൺ തുടങ്ങിയ സമയത്ത് ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ ചില ക്രമീകരണങ്ങൾ വരുത്തുന്നതിൽ ചില പാളിച്ചകൾ ഉണ്ടായി. അതുമൂലം ചില ബുദ്ധിമുട്ടുകൾ ഭക്തർക്ക് ഉണ്ടായെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള ദിവസങ്ങളെല്ലാം തന്നെ അതെല്ലാം തന്നെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. മറ്റു പരാതികളൊന്നും തന്നെ വലിയ തരത്തിൽ പരാതികളൊന്നും തന്നെ അയ്യപ്പഭക്തരുടെ ഭാഗത്തു നിന്നും ബോർഡിന് നേരെ ഉണ്ടായില്ലെന്നുള്ളതും ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അത്തരത്തിൽ വലിയ കുറ്റമറ്റ രീതിയിൽ തന്നെയാണ് ഇത്തവണത്തെ മണ്ഡലമാസ പൂജകൾക്ക് ഇപ്പോൾ സമാപനം കുറിക്കുന്നത്. തിരക്കിന് ഇന്നും കുറവില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായ അതേ തിരക്ക് ഇന്നും തുടരുന്നുണ്ട്. ഇപ്പോൾ രാവിലെ ഏകദേശം 25,000-ലധികം ഭക്തർ ഈ 7-നോട് അടുക്കുമ്പോൾ തന്നെ സന്നിധാനത്തെത്തി ദർശനം നടത്തി മടങ്ങിയിട്ടുണ്ട്. വരും മണിക്കൂറുകളിലും ആ തിരക്ക് തുടരും. വരും ദിവസങ്ങളിലും ഈ തിരക്ക് തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് വിലയിരുത്തുന്നത്. ശരി, ഓക്കെ ദേവൻ. അപ്പൊ സ്വാമി ശരണം. ശരി.